നമസ്കാരം. സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ അന്തരിച്ചു. 20 വർഷമായി കോമയിൽ കിടന്ന ശേഷമാണ് മരണം. റിയാദ് കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ വെച്ചാണ് അന്തരിച്ചത്. 2005-ൽ UK-ലെ ലണ്ടനിൽ സൈനിക കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടന്ന വാഹനാപകടത്തിൽ തലച്ചോറിന് ഗുരുതരമായി ക്ഷതമേൽക്കുകയും തുടർന്ന് കോമയിലാവുകയുമായിരുന്നു അദ്ദേഹം. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു ഇതുവരെ ജീവൻ നിലനിർത്തിയിരുന്നത്. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഡോക്ടർമാർ അന്ന് തന്നെ അറിയിച്ചിരുന്നു. തുടർന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് തീരുമാനിച്ചെങ്കിലും അൽ വലീദ് രാജകുമാരന്റെ പിതാവ് ഇത് തടയുകയായിരുന്നു. ഇതിനിടെ 2019-ൽ അദ്ദേഹത്തിന്റെ വിരലുകൾ ചെറുതായി ചലിച്ചിരുന്നു, തലയും ചെറുതായി ചലിച്ചു. ഇത് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന പുരോഗതി. എന്നാൽ പിന്നീട് വീണ്ടും യാതൊരു പുരോഗതിയും ആരോഗ്യനിലയിൽ രേഖപ്പെടുത്തിയിരുന്നില്ല. 36 വയസ്സായിരുന്നു. ഉറങ്ങുന്ന രാജകുമാരൻ എന്നാണ് ലോകമാധ്യമങ്ങൾ അൽ വലീദ് രാജകുമാരനെ വിശേഷിപ്പിച്ചിരുന്നത്. ലോകത്തെ വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ സൗദ് രാജകുമാരന്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെ മകനാണ് അൽ വലീദ്. സൗദിയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ ചെറുമകനാണ് വലീദിന്റെ പിതാവ് ഖാലിദ് ബിൻ തലാൽ. ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് തന്നെ ഏറ്റവും മികച്ച ചികിത്സയാണ് അൽ വലീദിനായി നൽകിയിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനും സാധിച്ചില്ല. ട്യൂബ് വഴിയായിരുന്നു ഭക്ഷണം നൽകി വന്നിരുന്നത്. തങ്ങളുടെ മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നായിരുന്നു രാജകുമാരന്റെ മാതാപിതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്നിട്ടും ജീവൻ രക്ഷാ സംവിധാനങ്ങൾ മാറ്റി മരണത്തിന് വിട്ടുകൊടുക്കാൻ പിതാവ് ഖാലിദ് ബിൻ തലാൽ തയ്യാറായിരുന്നില്ല. പകരം എല്ലാം വീട്ടിലൊരുക്കി മകൻ ദൈവം വിളിക്കുമ്പോൾ പോകട്ടെ എന്ന് കുടുംബം നിലപാടെടുക്കുകയായിരുന്നു. ഖാലിദ് ബിൻ തലാൽ തന്നെയാണ് മരണവിവരം സൗദി പ്രസ് ഏജൻസിയോട് സ്ഥിരീകരിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിലാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാലിന് 36 വയസ്സ് തികഞ്ഞത്. 20 വർഷമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുടുംബ പ്രതീക്ഷയുടെയും ചികിത്സയുടെയും പ്രാർത്ഥന തുടരുകയായിരുന്നു.